എൻ്റെ എല്ലാ പ്രിയ സഹോദരന്മാർക്കും ക്രിസ്തു യേശുവിൽ വന്ദനം. ചില വർഷങ്ങളായി IPC സഭയിൽ പലവിധമായ വാദഗതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 100ാമത് കൺവെൻഷൻ്റെ പ്രഖ്യാപനത്തോടുകൂടിയാണ് അത് കുറേ കൂടെ ശക്തമായത്. ആ 100ാമത് വർഷത്തെ കൺവെൻഷൻ നടക്കുന്ന ആ വർഷക്കാലം മുഴുവൻ IPC ഉണ്ടായിട്ട് 100 വർഷമായിട്ടില്ല. ഇത് 100ാമത്തെ വർഷത്തെ കൺവെൻഷനായി കണക്കാക്കാൻ ഒക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുള്ള ധാരാളം വാദഗതികൾ സോഷ്യൽ മീഡിയയിൽ ഉടനീളം നിറഞ്ഞു നിന്നിരുന്നു. അന്ന് ഞാൻ അതിനെക്കുറിച്ച് മറുപടിയായിട്ട് പറഞ്ഞ ഒരു വാചകം മാത്രമേ ഉള്ളൂ. അത് ഞാനോടിരിക്കുന്നതായിട്ടുള്ള ഒരു ജനറൽ കൗൺസിൽ മീറ്റിങ്ങിൽ പാസ്റ്റർ TS എബ്രഹാം പറഞ്ഞതായ ഒരു വാചകമാണ്. അദ്ദേഹം പറഞ്ഞത് 1924 നടന്ന കൺവെൻഷനാണ് IPC 1ാമത്തെ കൺവെൻഷനായിട്ട് കണക്കാക്കപ്പെടുന്നത്. അത് വെച്ച് കണക്ക് കൂട്ടിയാണ് 2024 കൺവെൻഷൻ 100ാമത്തെ കൺവെൻഷനായെന്ന് അദ്ദേഹത്തിൻ്റെ മകനായ പാസ്റ്റർ വത്സൻ എബ്രഹാം പ്രഖ്യാപിക്കാൻ തക്കോണം ഇടയായിട്ട് തീർന്നത്. അതിനപ്പുറമായിട്ട് അതിനെക്കുറിച്ച് കാര്യമായ അറിവുകളൊന്നും എനിക്കില്ലായിരുന്നു. അതേ തുടർന്ന് മറ്റും പല അപഖ്യാതികൾ IPCക്കാരെന്ന് പറയുന്നവർ തന്നെ ഉന്നയിച്ചു കൊണ്ടിരുന്നു. ഒന്ന് പാസ്റ്റർ KE എബ്രഹാം കൊമ്പനാട്ട് വന്നത് എങ്ങനെയാണ് എന്നതിനോടുള്ള ബന്ധപ്പെട്ടാണ്. അദ്ദേഹം KC ഉമ്മച്ചൻ പാസ്റ്ററുടെ സ്ഥലം തട്ടിയെടുത്തു. ഇങ്ങനെയൊക്കെയുള്ള പല വ്യാഖ്യാനങ്ങളും അപഖ്യാതികളും ഈ സോഷ്യൽ മീഡിയ ഉടനീളം ചില വർഷങ്ങളായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. IPCയിലെ ടെൻഷൻ വർദ്ധിച്ചു വരുന്നതനുസരിച്ച് കഥകളും കൂടിക്കൊണ്ടിരുന്നു. എന്നാൽ അന്നൊന്നും അതിന് തക്കതായൊരു മറുപടി പറവാൻ ഉള്ള ഒരു സോഴ്സ് എനിക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കേട്ട് മൗനമായിട്ട് ഇരുന്നിട്ടേ ഉള്ളൂ. എന്തുകൊണ്ട് എനിക്ക് മറുപടി പറയണമെന്ന് തോന്നി എന്ന് ചോദിച്ചാൽ ആരെങ്കിലും പുകഴ്ത്തുവാനോ എഴുത്തുവാനോ അല്ല, ഏതെങ്കിലും ഒരു പക്ഷത്തോട് ചേർന്ന് നിൽക്കാനോ അല്ല, എന്നാൽ ഒരു IPCക്കാരനെന്നുള്ള നിലയിൽ ഇതിൻ്റെ വാസ്തവസ്ഥിതി എന്താണ് എന്നറിയണമെന്നുള്ള വലിയൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ മാതാപിതാക്കൾ സ്നാനപ്പെട്ട് IPCയിലേക്ക് ചേർന്നത്. എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ 70 വയസ്സായി. അപ്പോൾ കഴിഞ്ഞ 62 വർഷമായിട്ട് ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ഈ സഭയെക്കുറിച്ച് എനിക്ക് വലിയ മതിപ്പുണ്ടായിരുന്നു. എല്ലാ IPCക്കാരെയും പോലെ തന്നെ സമീപ സമയങ്ങൾ നടക്കുന്നതായിട്ടുള്ള ഈ വാദഗതികളുടെയൊക്കെ യാഥാർത്ഥ്യം എന്താണ് എന്നറിയാനുള്ള വലിയ ഒരു ആഗ്രഹവും എനിക്കുണ്ടായിരുന്നു. എന്നാൽ വായിക്കുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ, കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള വ്യക്തി എന്നുള്ള നിലയിൽ ഇതിൻ്റെ വാസ്തവസ്ഥതയൊന്ന് അറിയണം എന്ന് എന്നും എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ വർഷക്കാലം വാദഗതികൾ വളരെ വർദ്ധിച്ചു. IPCയിലെ ടെൻഷൻ വളരെ വർദ്ധിച്ചു. നിങ്ങൾക്കെല്ലാം അറിയില്ല. അതനുസരിച്ച് കഥകളുടെ എണ്ണം വർദ്ധിച്ചു, ടെൻഷൻ വളരെ വർദ്ധിച്ചു. സാരപ്പച്ചന് കുക്ക് സാഹിബിൻ്റെ സഭകൾ മോഷ്ടിച്ചെടുത്തതാണ് എന്ന് പറയുന്ന ആളുകൾ രംഗത്ത് വന്നു. ഇങ്ങനെ ഒരുപാട് കഥകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ എന്താണ് മാർഗമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആഴ്ചയിൽ തിങ്കളാഴ്ച ദിവസം യാദൃച്ഛികമായിട്ട് ഇപ്പോൾ നാട്ടിൽ പോയിട്ട് കടന്നു വന്ന IPC കുഴിക്കാല സഭാവിശ്വാസിയായ ഒരു സഹോദരനെ കണ്ടുമുട്ടുവാൻ തക്കോണം സാധിച്ചു. ഞങ്ങൾക്കൊന്ന് ചേർത്ത് വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടുകൊണ്ടു തന്നെ ഒരു ചെറിയ പുസ്തകം എടുത്ത് എനിക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇപ്പോൾ വളരെ അത്യാവശ്യമായിട്ടും ഈ പുസ്തകം വായിക്കണം, IPCയുടെ കഥകൾ എന്താണെന്ന് ഇത് വ്യക്തമാക്കി തരും എന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ ആ കാറിലിരുന്ന് തന്നെ ആ പുസ്തകം വായിക്കാൻ തുടങ്ങി. ആ പുസ്തകം ഇവിടെ നിങ്ങൾ കാണുന്നതായിട്ടുള്ള പുസ്തകമാണ്. IPC പ്രാരംഭ വർഷങ്ങൾ. ഇത് എഴുതിയിരിക്കുന്നത് പാസ്റ്റർ KE എബ്രഹാം തന്നെയാണ്. 1955 ഞാൻ ജനിച്ച വർഷം അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് ഇത് എന്ന് വായിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി. കുറേ കാലമായിട്ട് ഈ പുസ്തകം രംഗത്തില്ലായിരുന്നു. എന്നാൽ കുഴിക്കാല സഭ അവരുടെ സഭയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഈ പുസ്തകം പുനഃപ്രസിദ്ധീകരിക്കാൻ തക്കവണ്ണം തീരുമാനിച്ചു. അവർക്കറിയാവുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ, ആ സഭയിലെ അംഗമാണോ അല്ലയോ എന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, കയ്യിൽ ഈ പുസ്തകത്തിൻ്റെ ഒരു പഴയ കോപ്പി ഉണ്ടായിരുന്നു. അതിൻ്റെ താളുകളൊക്കെ ഇളകിപ്പോയി ഒരു പഴയ കോപ്പി ഉണ്ടായിരുന്നു. അതവർ വീണ്ടും എടുത്ത് DTP ചെയ്ത് മനോഹരമായ ഈ പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചതാണ്. അങ്ങനെ അത് ചെയ്തതിൽ എനിക്ക് അവരോട് വളരെ നന്ദിയുണ്ട്. കാരണം ഈ പുസ്തകം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അനേക ചോദ്യങ്ങൾക്ക്, നിങ്ങളുടെയും മനസ്സിലുള്ള അനേക ചോദ്യങ്ങൾക്ക് മറുപടിയിലുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അതിൽ 3-4 പ്രസക്തമായ വിഷയങ്ങൾ മാത്രം പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട്
പിന്മാറുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ഒരു വലിയ പ്രസക്തമായ ചോദ്യം, അല്ലെ വാദപ്രതിയുമായിട്ട് സമീപ വർഷങ്ങൾ വന്നൊരു ചോദ്യം, പക്ഷേ കെ എബ്രഹാം IPCയുടെ ഫൗണ്ടർ അല്ല. ഫൗണ്ടർ എന്ന് വിളിക്കപ്പെടുവാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല. അദ്ദേഹം തന്നെയല്ല IPC ഉണ്ടാക്കിയത്, മറ്റനേക ദേവദാസന്മാർ ഇവിടെ കൂടിയാണ് IPC ഉണ്ടാക്കിയത് എന്ന് ഉള്ള ഒരു വാദഗതിയാണ്. ആ വാദഗതിയുടെ സത്യം എന്താണ്? ചരിത്രീയമായിട്ട് എനിക്ക് ഈ പുസ്തകത്തിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങളും വേറെ 1-2 പുസ്തകങ്ങളുടെ ഞാൻ റെഫർ ചെയ്ത് ലഭിച്ച അനുഭവങ്ങളുമാണ് വെച്ചാണ് ഞാനിത് പറയുന്നത്. വേറെയും പുസ്തകങ്ങൾ നമ്മുടെ അപ്പച്ചന്മാരെക്കുറിച്ചും അപ്പച്ചന്മാരും ഒക്കെ എഴുതിയ പുസ്തകങ്ങളുണ്ട്. അതെല്ലാം റെഫർ ചെയ്തിട്ടല്ല ഞാൻ ഈ പറയുന്നതെന്ന് ആദ്യം തന്നെ ഞാൻ സമ്മതിക്കട്ടെ. ഈ പുസ്തകം ഞാൻ വലിയ മൂല്യം കൊടുക്കുന്നതിൻ്റെ കാരണം, ഇതൊരു ടൈം ലൈൻ തരുന്നുണ്ട്. ഇത് ചെതറി കിടക്കുകയാണ്. എന്നാൽ ഞാൻ സമയമെടുത്ത് അത് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചപ്പോൾ മനസ്സിലാക്കിയ ടൈം ലൈൻ ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പറയാം. അത് കേട്ടിട്ട് നിങ്ങൾ തന്നെ പറയുക, IPCയുടെ സ്ഥാപകൻ, ഫൗണ്ടർ എന്ന് വിളിക്കപ്പെടാൻ പാസ്റ്റർ കെ എബ്രഹാമിന് യോഗ്യതയുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇതിനകത്ത് കണ്ട ഞാൻ ടൈം ലൈൻ അനുസരിച്ച്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്ന ഈ പുസ്തകത്തിൽ കണ്ട ടൈം ലൈൻ അനുസരിച്ച് പാസ്റ്റർ കെ എബ്രഹാം സ്നാനപ്പെട്ടത് 1916 ഫെബ്രുവരി മാസത്തിലാണ്. സൈമൺ സാറാണ് തന്നെ സ്നാനപ്പെടുത്തിയത്. അതിനുശേഷം സൈമൺ സാറിനോട് ചേർന്ന്, സൈമൺ സാറിൻ്റെ പ്രസ്ഥാനം അന്നറിയപ്പെടുന്ന വിയോജിത പ്രസ്ഥാനം എന്നാണല്ലോ, ആ പ്രസ്ഥാനത്തോട് ചേർന്ന് താനും പ്രവർത്തിച്ചിരുന്നു എന്ന് താൻ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. 1923 ഏപ്രിൽ മാസത്തിലാണ് തനിക്ക് പരിശുദ്ധാത്മാ അഭിഷേകം ലഭിച്ചത്. എങ്കിലും 1919 മുതൽ താൻ സൈമൺ സാറിനോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയും ആ സമയങ്ങളിൽ സൈമൺ സാറിനെ തന്നെ കൂടാതെ സുവിശേഷ വേളയിൽ വ്യാപൃതനായിരുന്ന ഒരു വ്യക്തിയാണ് AJ ജോൺ സാറ്. AJ ജോൺ സാറിനെ കുറിച്ച് ഈ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും ക്ലിയറായിട്ടുള്ളൊരു ചിത്രം കിട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആരാണ് അദ്ദേഹത്തെ സ്നാനപ്പെടുത്തിയതെന്നോ എന്നാണ് അദ്ദേഹം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതെന്നോ വ്യക്തമായ ഒരു ഡേറ്റ് ഈ പുസ്തകത്തിൽ നമുക്ക് കിട്ടുന്നില്ല. അത് ഒരു വേള സാറപ്പച്ചന് മുമ്പേ അഭിഷേകം പ്രാപിച്ച ആയിരുന്നിരിക്കാം എന്ന് ഞാൻ അതുകൊണ്ട് കരുതുകയാണ്. എന്നാൽ ഇവർ രണ്ടുപേരും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് പലയിടങ്ങളിൽ പാസ്റ്റർ കെ എബ്രഹാം നമ്മളോട് പറയുന്നുണ്ട്. ഇനി KJ ശാമുവേൽ ആദ്യകാലം മുന്നേറുണ്ടായിരുന്നവരുടെ ചിലരുടെ പേരുകൾ ഞാനിവിടെ കണ്ടതാണ് ഞാൻ പറയുന്നത്. പാസ്റ്റർ KJ ശാമുവേലിനെ സ്നാനപ്പെടുത്തിയത് പാസ്റ്റർ കെ എബ്രഹാമാണ്. 1923 സെപ്റ്റംബർ മാസത്തിൽ പാസ്റ്റർ കെ എബ്രഹാമിൻ്റെ കൈക്കീഴിലാണ് പാസ്റ്റർ KJ ശാമുവേൽ സ്നാനപ്പെട്ടത്. KC ചെറിയാൻ പാസ്റ്റർ സ്നാനപ്പെടുത്തിയത് പാസ്റ്റർ കെ എബ്രഹാമാണ്. 1996 മേടം മാസത്തിലാണ് പാസ്റ്റർ കെ എബ്രഹാം പാസ്റ്റർ KC ചെറിയാനെ സ്നാനപ്പെടുത്തുന്നത്. 1920 നമ്മുടെ റോമൻ കലണ്ടറിലത്. അത് കഴിഞ്ഞ് 1100-ാം ആണ്ട് വൃശ്ചിക മാസത്തിലാണ് പാസ്റ്റർ KC ചെറിയാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നത്. അതുവരെയും താനും വിയോജിത പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇനി പാസ്റ്റർ PM ശാമുവേലിനെ നമ്മൾ കാണുന്നത് 1100. അപ്പോൾ 1100 എന്ന് പറയുന്നത് 1923. അപ്പം 1923 കുംഭമാസത്തിലാണ് താൻ ആദ്യമായിട്ട് പാസ്റ്റർ PM ശാമുവേലിനെ കണ്ടുമുട്ടുന്നത് എന്ന് താൻ നമ്മളോട് പറയുന്നുണ്ട്. 1924 പാസ്റ്റർ PM ശാമുവേൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത്. അത് കഴിഞ്ഞ് പാസ്റ്റർ KC ഉമ്മൻ, നമ്മുടെ സമീപകാല ചർച്ചകളിൽ ഒരു പ്രധാന വ്യക്തിത്വമായ പാസ്റ്റർ KC ഉമ്മൻ ആരാണ് സ്നാനപ്പെടുത്തിയെന്ന് ഈ പുസ്തകത്തിൽ വ്യക്തമായിട്ട് ഇല്ല. ഒരു വേള സൈമൺ സാർ ആയിരുന്നിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹവും കാരണം വിയോജിത പ്രസ്ഥാനത്തോട് ചേർന്നാണ് ആദ്യ സമയത്ത് ഇവരെല്ലാം പ്രവർത്തിച്ചതെന്നാണ് ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന സൂചന. എന്നാൽ താൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത് പക്ഷെ കെ എബ്രഹാം തൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് താൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത്. അത് 1924 പറഞ്ഞാൽ കാശ കെ എബ്രഹാം 1919 ശുശ്രൂഷ ആരംഭിച്ച വ്യക്തിയാണ്. കാശ KC ഉമ്മൻ
വിയോജിത പ്രസ്ഥാനത്തോടുകൂടെ ചേർന്ന് എന്ന് ശുശ്രൂഷ ആരംഭിച്ചു എന്ന് നമുക്ക് വ്യക്തമല്ല. എന്നാൽ തനിക്ക് പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചത് പക്ഷേ കെ.ഇ. എബ്രഹാം 1924 തൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ്. അതുപോലെ തന്നെ ടി.കെ. മാത്യു എന്നറിയപ്പെടുന്ന കാരംവലി മത്തായിച്ചൻ, ഞങ്ങളുടെ നാട്ടുകാരനായ കാരംവലി മത്തായിച്ചൻ അപ്പച്ചനും അഭിഷേകം പ്രാപിച്ചത് പക്ഷേ കെ.ഇ. എബ്രഹാം തൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ്. പിന്നീട് നമ്മളെല്ലാം അറിയുന്ന ഒരു പ്രധാന കഥാപാത്രമാണല്ലോ പക്ഷേ വി.ടി. തോമസ്. അദ്ദേഹം 1927 സ്നാനപ്പെട്ടത്. 1927 സ്നാനപ്പെട്ടത്. പക്ഷെ കെ.ഇ. എബ്രഹാം 1916 സ്നാനപ്പെട്ടു. പക്ഷെ വി.ടി. തോമസ് സ്നാനപ്പെട്ടത് 1927 എന്ന് പറഞ്ഞാൽ കൊല്ലവർഷം 1103 കുംഭമാസത്തിലാണ് താൻ സ്നാനപ്പെടുന്നത്. താൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നത് 1103 കൊല്ലവർഷം കർക്കിടക മാസത്തിലാണ്. അത് കഴിഞ്ഞ് ആദ്യകാല നേതാക്കന്മാരിൽ ഏറ്റവും പ്രമുഖ വ്യക്തിത്വങ്ങൾ ഒന്നായിരുന്ന പാസ്റ്റർ ടി.ജി. ഉമ്മൻ സ്നാനപ്പെട്ടത് 1926 ശേഷമാണ്. പറഞ്ഞാൽ നമ്മളെല്ലാം സാറപ്പച്ചെന്ന് വിളിക്കുന്ന പാസ്റ്റർ കെ. എബ്രഹാം സ്നാനപ്പെട്ട് 10 വർഷം കഴിഞ്ഞാണ് താൻ സ്നാനപ്പെടുവാൻ തക്കോണം ഇടയായത്. അത് ബ്രദറൻ ചർച്ചുകാരാണ് തന്നെ സ്നാനപ്പെടുത്തി. സാറപ്പച്ചൻ തൻ്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് ചെന്നത് പാസ്റ്റർ ടി. ഉമ്മൻ്റെ അമ്മ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചതനുസരിച്ചാണ്. അവിടെ വെച്ചാണ് അവർ പാസ്റ്റർ ടി. ഉമ്മനോട് ദൈവിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചത്. അദ്ദേഹം സ്നാനപ്പെടുവാൻ തീരുമാനിച്ചു. എന്നാൽ പാസ്റ്റർ കെ.ഇ. എബ്രഹാം അല്ല തന്നെ സ്നാനപ്പെടുത്തിയത്, ബ്രദറൻ ചർച്ചാണ്. അത് കഴിഞ്ഞ് 1930 താൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ തക്കോണം ഇടയായിട്ട് തീർന്നത്. അപ്പം നമ്മുടെ ഇടയിൽ പൊങ്ങി വന്നിരുന്ന ചില ചോദ്യങ്ങൾക്ക് ഈ ടൈം ലൈൻ ഒരു മറുപടി തരുന്നുണ്ട്. ഈ ടൈം ലൈൻ വെച്ച് നോക്കിയാൽ ഇവരെക്കാട്ടിലെല്ലാം മുമ്പേ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ആള് എ.ജെ. ജോൺ സാർ ഒഴിച്ചാൽ പാസ്റ്റർ കെ.ഇ. എബ്രഹാമാണ്. പെന്തക്കോസ്തിൻ്റെ സന്ദേശം കേരളത്തിൽ ഇവരിൽ വെച്ച് നമ്മളിവിടെ IPCയുടെ മുൻകാല നേതാക്കന്മാരായിട്ട് നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഞാൻ പറഞ്ഞ വ്യക്തിത്വങ്ങൾ മാത്രമല്ല, വേറെയും വ്യക്തിത്വങ്ങളുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ആ വ്യക്തിത്വങ്ങളെക്കാട്ടിലൊക്കെ മുമ്പേ പെന്തക്കോസ്തിൻ്റെ സന്ദേശം കേരളത്തിൽ ആദ്യമായിട്ട് അറിയിക്കാൻ തുടങ്ങിയത് പാസ്റ്റർ കെ.ഇ. എബ്രഹാം തന്നെയാണ്. പിന്നീട് വന്ന പലരെയും സ്നാനപ്പെടുത്തിയത് പാസ്റ്റർ കെ.ഇ. എബ്രഹാമാണ്. പലരും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത് പാസ്റ്റർ കെ.ഇ. എബ്രഹാം തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, IPCയുടെ സ്ഥാപകൻ പാസ്റ്റർ കെ.ഇ. എബ്രഹാമാണ്. അദ്ദേഹം തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളാണല്ലോ പിന്നീട് IPC ആയിട്ട് പരിണമിച്ചത്. ആരംഭകാലത്ത് അതിന് IPCയുടെ പേരല്ലായിരുന്നു, തെന്നിന്ത്യ എന്ന് പേര് സഭാനാമകരണം തന്നെ ചെയ്തിട്ടില്ലായിരുന്നു എന്ന് അദ്ദേഹം തന്നെ വളരെ വ്യക്തമായിട്ട് ഈ പുസ്തകത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. പ്രാദേശിക സഭകളായിട്ട് അവർ നിലകൊള്ളുകയായിരുന്നു. റാന്നിയിലെ സഭ, മേപ്പൂരിലെ സഭ, ഇങ്ങനെ ഓരോ പ്രാദേശിക സഭകളായിട്ട് അവർ നിലനിന്നതേ ഉള്ളൂ അനേക വർഷക്കാലം. അത് കഴിഞ്ഞ് തെന്നിന്ത്യ പെന്തക്കോസ്ത് സഭ എന്നാണ് നേരത്തെ IPC അറിഞ്ഞിരുന്നതെന്ന് നമുക്കറിയാമല്ലോ. ആ പേര് അവരെ സ്വീകരിക്കാൻ തക്കോണം ഉണ്ടായതായ കാരണം ഒരു രജിസ്റ്റർ ഉണ്ടാക്കേണ്ടതായി വന്നപ്പോൾ ആ രജിസ്റ്റർ ഉണ്ടാക്കാൻ ഒരു സഭയുടെ പേര് കൊടുക്കണം എന്ന് ഉള്ള ആവശ്യം വന്നപ്പോഴാണ് അവരാദ്യമായിട്ട് സഭയ്ക്കൊരു നാമകരണം ചെയ്യാൻ തക്കണം തന്നെ തീരുമാനിച്ചത്. അന്ന് അവർ സ്വീകരിച്ച പേരാണ് തെന്നിന്ത്യ പെന്തക്കോസ്റ്റൽ ചർച്ച്. 1924 ജൂലൈ മാസത്തിൽ നടന്ന ഈ കൂട്ടായ്മകളുടെ എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് സഭകളായിട്ട് അവിടെ നിന്ന ആളുകളുടെ ഇടയിലെ ആദ്യത്തെ കല്യാണത്തിൻ്റെ സമയം വന്നപ്പോൾ ഒരു സഭാ രജിസ്റ്റർ പ്രിൻ്റ് ചെയ്യണമായിരുന്നു. പ്രിൻ്റ് ചെയ്യാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു സഭയ്ക്കൊരു പേര് വേണം. അതനുസരിച്ച് അന്നുണ്ടായിരുന്നവരെല്ലാവരും കൂടെ ഒന്നിച്ചെടുത്ത തീരുമാനപ്രകാരം ഉണ്ടായ പേരാണ് തെന്നിന്ത്യ പെന്തക്കോസ്ത് സഭ എന്നുള്ളത്. അത് 1924 ജൂലൈ മാസത്തിലായിരുന്നു എന്ന് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അപ്പോൾ 19 മുതൽ സാറപ്പച്ചൻ അല്ലെങ്കിൽ പാസ്റ്റർ കെ.ഇ. എബ്രഹാം പിന്നെ ദൈവം ഉപയോഗിച്ച് പലയിടങ്ങളിൽ, ചിലയിടങ്ങളിൽ അദ്ദേഹം തന്നെ, ചിലയിടങ്ങളിൽ അദ്ദേഹം എ.ജെ. ജോൺ സാറുമായിട്ട് പോയി പ്രവർത്തിച്ചാണ് പലയിടത്തും ചെറിയ കൂട്ടങ്ങൾ ഉണ്ടാകുവാൻ തക്കോണം ഇടയായത്. എൻ്റെ നാടായ റാന്നിയിൽ പലയിടങ്ങളിലും അങ്ങനെ സഭകളുണ്ടായതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. മേക്കുഴൂർ അങ്ങോട്ട്
പിന്നെ ആ ഏരിയകളിലെല്ലാം മധ്യ തിരുവിതാംകൂർ സഭകളുണ്ടായിരുന്നു. അതിനുശേഷം അത് വടക്കോട്ട് പോയി എങ്ങനെയാണ് സഭകളുണ്ടാകാൻ തിരുവിതാംകൂറിൻ്റെ വടക്ക് ഭാഗങ്ങളിൽ സഭ ഉണ്ടാകാനിടയായതാണെന്നും എല്ലാം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇന്ന് പലരും അലിഗേഷൻ നടത്തുന്നത് പോലെ ഇദ്ദേഹം തന്നെ വലുതാക്കി കാണിച്ചുകൊണ്ട് എഴുതിയൊരു പുസ്തകമല്ലത്. ഇനിയും രണ്ടാമതായിട്ട് ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കുമ്പനാട് കൺവെൻഷന് ഈ വർഷം നടക്കാൻ പോകുമ്പോൾ, ഈ വരുന്ന ജനുവരിയിൽ നടക്കാൻ പോകുമ്പോൾ 102ാമത് കൺവെൻഷനാണ് എന്ന് ആണ് അച്ചടിത്ത് ഇപ്പോൾ തന്നെ പ്രസിദ്ധീകരണം ആരംഭിച്ചിരിക്കുന്നത്. അത് സത്യമാണ്, അത് വ്യാജമാണെന്ന് പറയുന്ന ഒരുപാട് ആളുകൾ IPCയിൽ തന്നെ ഉണ്ട്. അതിന് ഞാനൊരു മറുപടി പറയാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. അതിനും പ്രധാനമായിട്ടും ഉപോത്ബലകമായിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഈ പുസ്തകം തന്നെയാണ്. ഈ പുസ്തകം വായിച്ചു വന്നപ്പോൾ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാറപ്പച്ചൻ ഞാൻ വിളിക്കുന്ന പക്ഷെ K. എബ്രഹാം വളരെ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് തുറന്നെഴുതിയൊരു പുസ്തകമായിട്ടാണ് എനിക്ക് പുസ്തകത്തെ കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. ഇതിനെക്കാട്ടിൽ തുറന്നാണ് തൻ്റെ ആത്മകഥയിൽ താൻ എഴുതിയേക്കുന്നത്. ഞാൻ ഈ പ്രസൻറ്റേഷന് വേണ്ടി ചില കാര്യങ്ങൾ അവിടെയും തപ്പുമ്പോൾ തൻ്റെ കുടുംബത്തിൻ്റെ പ്രാരാബ്ദത്തെക്കുറിച്ചൊക്കെ എത്ര തുറന്നാണ് താൻ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. അതിനെക്കുറിച്ച് ഞാൻ അല്പം കഴിയുമ്പോൾ ആ വിഷയത്തിലേക്ക് വരുമ്പോൾ പറയാം. ഇവിടെ താൻ വളരെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സംഗതി എന്തെന്ന് ചോദിച്ചാൽ, ഈ സ്വതന്ത്രമായിട്ട് നിന്ന ഈ ഉടലെടുത്ത ഈ ചെറിയ ചെറിയ സഭകൾ അതിനധികം സമയമൊന്നും എടുത്തില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, 1919 മുതൽ സൈമൺ സാറിൻ്റെ കൂടെ പ്രവർത്തിച്ചു തുടങ്ങിയ പാസ്റ്റർ K. എബ്രഹാം 1923 പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. എന്നാൽ 24 പലയിടങ്ങളിൽ ഓൾറെഡി സഭകൾ ഉടലെടുത്ത് കഴിഞ്ഞിരുന്നു. അതെന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്നു. എല്ലാം സ്വന്തമായിട്ട് ഇവർക്ക് വാഹനമില്ല. അനേകയിടത്ത് ഇവർ കയ്യിലൊരു ചെറിയ ട്രങ്കും തൂക്കി പിടിച്ചുകൊണ്ട് നടന്നു പോയാണ് യോഗം നടത്തിയിട്ടുള്ളത്. എങ്കിലും ഇവരുടെ സജീവമായ ആ പ്രവർത്തനങ്ങൾ നിമിത്തം 1924 പലയിടങ്ങളിലും സ്വതന്ത്രമായ നിന്ന സഭകൾ, പെന്തക്കോസ്ത് സഭകൾ ഉടലെടുത്ത് കഴിഞ്ഞിരുന്നു. ആ സഭകളിലൊക്കെയും അവർ മാസ്യോഗങ്ങൾ നടത്തുമായിരുന്നു. എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള കൂടിവരകൾ ചേർന്ന് മാസ്യോഗങ്ങൾ നടത്തുമായിരുന്നു. ആ മാസ്യോഗങ്ങളുടെ ഒരു വാർഷിക സമ്മേളനമാണ് IPCയോടുള്ള ബന്ധത്തിൽ ആദ്യമായിട്ട് നടന്ന പൊതുസമ്മേളനം. അത് നടന്നത് 1924 മാർച്ച് മാസത്തിൻ്റെ ആരംഭമാണ്. അത് കൺവെൻഷനല്ലായിരുന്നു, മാസ് യോഗങ്ങളുടെ വാർഷിക സമ്മേളനമായിരുന്നു. IPCയിൽ ആദ്യമായിട്ട് നടന്ന പൊതുസമ്മേളനം എന്ന് പറയുന്നത് അത് 1924 മാർച്ച് മാസത്തിലാണ് ആ മീറ്റിംഗ് നടന്നത്. ആ മീറ്റിംഗ് നടന്നതാകട്ടെ K. എബ്രഹാം താമസിച്ചിരുന്ന കുഴിക്കാലയിലുള്ള ഭവനത്തിൽ വെച്ചാണ് നടന്നത്. അതിനുള്ള ആളുകളെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. കുറച്ച് പേരെ അന്ന് IPC എന്നുള്ള പേര് വന്നിട്ടില്ലെങ്കിലും ഇന്ന് നമ്മൾ IPC എന്ന് വിളിക്കുന്ന ആ സഭകളുടെ അംഗങ്ങളായിട്ട് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ടൊരു കൺവെൻഷൻ ഈ കൂടിവരകളുടെ നേതൃത്വത്തിൽ നടന്നത് 1924 ഏപ്രിൽ മാസം 1 മുതൽ 5 വരെയുള്ള തീയതികളിലാണ്. കൊല്ലവർഷം 1100 മീനം 19 മുതൽ ബുധനാഴ്ച മുതൽ 23 ഞായറാഴ്ച വരെയാണ് ഈ സഭകളുടെ പൊതുവായിട്ടുള്ളൊരു കൺവെൻഷൻ ആദ്യമായിട്ട് നടന്നത്. അത് നടന്നത് റാന്നിയിൽ വെച്ചാണ്. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, പക്ഷേ T.S. എബ്രഹാം ജനറൽ കൗൺസിൽ എഴുന്നേറ്റ് പറഞ്ഞ കാര്യം സത്യമാണ്. അതിന് ചരിത്ര ഉപോത്ബലകത ഉണ്ട്, അല്ലെ ബാക്കപ്പ് ഉണ്ട് എന്ന് എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ തക്കോണം ഇടയായിട്ട് തീർന്നു. അപ്പോൾ ആ ഒന്നാമത്തെ കൺവെൻഷൻ, കുമ്പനാട് കൺവെൻഷൻ അല്ല ഞാൻ പറയുന്നത്, IPC പിന്നീട് തീർന്ന സഭകളുടെ പൊതുവായ ഒന്നാമത്തെ കൺവെൻഷൻ 1924 ഏപ്രിൽ മാസം 1 മുതൽ 5 വരെയുള്ള തീയതികൾ റാന്നിയിൽ വെച്ച് നടന്നെങ്കിൽ അന്ന് മുതൽ വേണം IPCകളുടെ കൺവെൻഷനുകളുടെ കണക്കുകൾ നമ്മൾ നോക്കാൻ. അതനുസരിച്ച് നമ്മൾ വരുമ്പോൾ 2024 നമ്മൾ നടത്തിയ കൺവെൻഷൻ 100ാമത് കൺവെൻഷൻ തന്നെയാണ്. അത് 100ാമത് കൺവെൻഷൻ അല്ല, അത് വ്യാജമാണ്. 90 ആയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞത് അത് നമ്മൾ 35 ഏലൂര്
സഭ രജിസ്റ്റർ ചെയ്തതിനെക്കുറിച്ച് അടിസ്ഥാനമാക്കിയാണ്. പക്ഷെ രജിസ്റ്റർ ചെയ്തതല്ല കൺവെൻഷനിലെ തുടക്കം, രജിസ്റ്റർ ശേഷമല്ല കൺവെൻഷനുകളുടെ തുടക്കം. കൺവെൻഷനുകളുടെ തുടക്കം 1924 ഏപ്രിൽ മാസം 1 മുതൽ 5 വരെയുള്ള തീയതികളിൽ റാന്നിയിൽ വെച്ചാണ് അത് നടന്നത്. അതുകൊണ്ട് ഇനി നടക്കാൻ പോകുന്ന കൺവെൻഷൻ 102ാമത്തെ കൺവെൻഷൻ ആണെന്ന് പറയുന്നത് സത്യം തന്നെയാണ്. അതാണ് നമ്മൾ രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ഞാൻ ടച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം, അടുത്ത സമയത്ത് ഞാൻ വിചിത്രമായ ഒരു വാദഗതി കേട്ടു. ഞാൻ കണ്ട ഒരു കഥ എന്തെന്ന് ചോദിച്ചാൽ, IPCയുടെ പ്രാരംഭകാല സഭകൾ IPCയുടെ അല്ലായിരുന്നു, കുക്ക് സാഹിബിൻ്റെ സഭകളായിരുന്നു. കുക്ക് സാഹിബിൻ്റെ സഭകൾ പാസ്റ്റർ K. എബ്രഹാം തട്ടിയെടുത്തതാണ് എന്നുള്ളൊരു വിചിത്രമായ വാദം ഞാൻ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് കുക്ക് സാഹിബ് എഴുതിയ പുസ്തകമാണ്. ഇത് കുക്ക് സാഹിബ് എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകം മൊത്തമായിട്ട് ഞാൻ വായിച്ച് നോക്കിയപ്പോൾ അവിടെ എങ്ങും തന്നെ കുക്ക് സാഹിബ് ഇങ്ങനെയൊന്നും സൂചിപ്പിച്ചിട്ട് പോലുമില്ല. രണ്ടാമത്, താനും പാസ്റ്റർ K. എബ്രഹാം ഒന്നിച്ച് വളരെ പ്രസംഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരിക്കുന്നതല്ലാതെ മറ്റൊരു വിഷയങ്ങളും താൻ അതിനകത്ത് സൂചിപ്പിച്ചിട്ടില്ല. അവർ ഒന്നിച്ച് പ്രവർത്തിച്ച കാര്യം പോലും ഞാൻ ഇതിനകത്ത് കണ്ടില്ല. അതെന്നെ വളരെ അത്ഭുതപ്പെടുത്തി. കാരണം 1926 കുക്ക് സാഹിബ് അമേരിക്കയിൽ നിന്ന് മടങ്ങി വന്ന ശേഷം അന്ന് തന്നോടുകൂടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള KC ഉമ്മനും AC സാമുവേലും താല്പര്യപ്പെട്ടതനുസരിച്ചാണ് കുക്ക് സാഹിബുമായിട്ട് ഒരു മീറ്റിംഗ് പാസ്റ്റർ K. എബ്രഹാം നടത്തുവാൻ തക്കോണം ഇടയായി തീർന്നതും അടുത്ത 3 വർഷക്കാലം അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തക്കോണം ഇടയായിട്ട് തീർന്നതും. അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച പാസ്റ്റർ KC ഉമ്മനും പാസ്റ്റർ AC സാമുവേലുമാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് കുക്ക് സാഹിബ് ഇന്ത്യയിൽ വന്ന് പ്രവർത്തനം ആരംഭിച്ച കേരളത്തിൽ പോലും അല്ലായിരുന്നു, കർണാടകത്തിലാണ്. കർണാടകത്തിൽ അനേകിടങ്ങളിൽ താൻ സഭകൾ സ്ഥാപിച്ചു. നന്നായിട്ട് ദൈവം തന്നെ കർണാടകത്തിൽ ഉപയോഗിച്ചു. അതിനുശേഷമാണ് താൻ കേരളത്തിലേക്ക് വന്നത്. കേരളത്തിൽ വന്നപ്പോഴും താൻ പലയിടങ്ങളിലും മാറി മാറി താമസിച്ച് പ്രവർത്തിച്ചതായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിലും സാറപ്പച്ചൻ പോലും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പൊതുവിൽ ആണ് താൻ മുളക്കഴിയിലേക്ക് വന്നത്. അതിന് ശേഷമാണ് അവിടെ കെട്ടിടങ്ങളൊക്കെ പണിയുകയും താൻ ബൈബിൾ സ്കൂൾ ആരംഭിക്കുകയും അനാഥാലയം തുടങ്ങി അങ്ങനെ പല കാര്യങ്ങൾ താൻ ചെയ്തു. വാസ്തവമായിട്ട് നന്നായിട്ട് ദൈവം ഉപയോഗിച്ച ഒരു ദൈവത്തിൻ്റെ ദാസനാണ്. എന്നാൽ ഞാൻ ഈ പുസ്തകത്തിൻ്റെ ആളുകളിൽ കണ്ട കഥ എന്തെന്ന് ചോദിച്ചാൽ, ഇവർ തമ്മിൽ ഒരിക്കലും പ്രശ്നമുണ്ടായിട്ടില്ല. ഇവർ രണ്ടുപേരും ആരംഭ വർഷങ്ങളിൽ പാരലായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഒരു ഏറിയയിൽ പാസ്റ്റർ K. എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു, മറ്റൊരു ഏരിയയിൽ കുക്ക് സാഹിബിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു. ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. കുക്ക് സാഹിബിൻ്റെ മീറ്റിങ്ങിൽ സാറപ്പച്ചനെ വിളിച്ച് പ്രസംഗിപ്പിക്കുമായിരുന്നു, സാറപ്പച്ചൻ്റെ മീറ്റിങ്ങിൽ കുക്ക് സാഹിബിനെയും വിളിച്ച് പ്രസംഗിപ്പിക്കുമായിരുന്നു. അതാണ് നമ്മൾ കാണുന്ന ചിത്രം. 1924 പാസ്റ്റർ കുക്ക് അമേരിക്കയിലേക്ക് കടന്നുപോയി സുദീർഘമായൊരു അവധിക്ക് ശേഷം സെപ്റ്റംബർ മാസം 3-ാം തീയതി 1926 താൻ മടങ്ങി വന്നതായിട്ടുള്ള സമയത്ത് താൻ ചർച്ച് ഓഫ് ഗോഡിൻ്റെ വക്താവല്ലായിരുന്നു, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെയും ഒരു മിഷണറി അല്ലായിരുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിനോട് അഫിലിയേഷനുള്ള ഒരു സ്വതന്ത്ര മിഷണറി ആയിട്ടാണ് താൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഇവർ തമ്മിലൊരു ബന്ധമുണ്ടാകാൻ തക്കണം ഇടയായി തീർന്നത്. രണ്ടുപേരും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നവർ എന്നുള്ള നിലയിലാണ് ഇവർ തമ്മിൽ ബന്ധങ്ങളുണ്ടായിരുന്നത്. ആ ബന്ധങ്ങൾ അവർ കീപ്പ് ചെയ്തു, അവസാനം വരെയും ആ ബന്ധങ്ങൾ അവർ കീപ്പ് ചെയ്യുകയും ചെയ്തു. അല്ലാതെ കുക്ക് സാഹിബിൻ്റെ കാലത്ത് ജീവിച്ചിട്ടില്ലാത്ത, സാറപ്പച്ചൻ മരിച്ചപ്പം ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ആധുനിക തലമുറകളിലുള്ള പലരും പറയുന്ന പോലെ സാറപ്പച്ചൻ ഒരിക്കൽ പോലും കുക്ക് സാഹിബിൻ്റെ സഭയെ തട്ടിയെടുത്തിട്ടില്ല. കുക്ക് സാഹിബ് ഒരിക്കലും സാറപ്പച്ചൻ്റെ സഭയും തട്ടിയെടുത്തിട്ടില്ല. എന്നാൽ ഇവരൊക്കെ പ്രവർത്തിച്ചുണ്ടാക്കിയ സഭകളിൽ ചില സഭകളൊക്കെ വിദേശ സാമ്പത്തിക ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയവർ, നിലനിൽക്കാൻ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയവർ കുക്ക് സാഹിബിനോട് ചേർന്നിട്ടുണ്ട്. അതിനൊന്നും വിരുദ്ധമായിട്ട് പക്ഷേ K. എബ്രഹാം ഒരു വാചകം പോലും പറയുന്നത് ഈ പുസ്തകത്തിലെങ്ങും തന്നെ ഞാൻ കണ്ടില്ല. വളരെ മാന്യരായ ദൈവദാസന്മാരായിരുന്നു ഇവർ എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അന്നും പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് അപ്പോസ്തോലിക് പാറ്റേൺ അനുസരിച്ച്
പ്രവർത്തിച്ച കൂട്ടായ്മയുടെ വലങ്കരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് പ്രവർത്തിച്ച ദൈവദാസന്മാരെയൊക്കെ ഇന്നത്തെ തലമുറയിൽ ഒരുപാട് ദുഷിച്ച ആളുകൾ ഉള്ളതുകൊണ്ട് ഇന്നത്തെ തലമുറയിൽ പലരും ചിന്താഗതി വളരെ ദുഷിച്ചായതുകൊണ്ട് ആ അളവുകളിനനുസരിച്ച് മുൻ തലമുറകളിൽ ജീവിച്ചു വന്ന ഭക്തന്മാരെ ദൈവദാസന്മാരെ അളക്കുവാൻ അവർ ശ്രമിക്കുന്നതാണ്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വസ്തുത. അപ്പോൾ ഇവർ തമ്മിലുണ്ടായിരുന്ന ആ ബന്ധം വളരെ വ്യക്തമായിട്ട് അവസാനം വരെ നിലനിന്ന ഒരു ചരിത്രമാണ് നമ്മൾ കണ്ടത്. പിന്നെ KC ഉമ്മനൊക്കെ സാറപ്പച്ചൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത് 1930 ശേഷമാണ്. കാരണം 1926 റോബർട്ട് കുക്ക് മടങ്ങി വന്നപ്പോൾ ഇവരുടെ തന്നെ താല്പര്യപ്രകാരം ഉണ്ടായ ഒന്നിച്ചുള്ള ആ പ്രവർത്തനം 1930 അവർ പിരിഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിദേശ മേൽക്കോയ്മ എന്നുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണ് ഒരു മാറിയത്. രണ്ടും തമ്മിൽ സ്വതന്ത്ര സഭകളാണെന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന സഭകൾ എന്നുള്ള നിലയിലാണ് ഇവർ തമ്മിലൊരു അലയൻസ് ഉണ്ടായി. 26 ഒരു അലയൻസ് ഉണ്ടായത്. എന്നാൽ പിന്നീട് കുക്ക് സാഹിബ് ചർച്ച് ഓഫ് ഗോഡിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ തക്കവണ്ണം തീരുമാനിച്ചതും അതിനുവേണ്ടി താൻ പ്രാർത്ഥിച്ച കാര്യം, ദൈവ ആളുകളെ അയച്ച കാര്യമൊക്കെ തൻ്റെ പുസ്തകത്തിൽ ഞാൻ നേരത്തെ എടുത്ത് കാണിച്ചതായ ദക്ഷിണേന്ത്യയിലെ അപ്പോസ്തോലിക നേട്ടങ്ങൾ എന്ന തൻ്റെ ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് താൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും എനിക്ക് തെറ്റിദ്ധാരണയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഈ പുസ്തകം എഴുതിയിരിക്കുന്ന അടിയിൽ നിങ്ങൾ കാണുന്ന റോയ് മേപ്രാൽ എന്ന് പറയുന്ന സഹോദരൻ, ഫിലദൽഫിയയിൽ താമസിക്കുന്ന സഹോദരൻ എൻ്റെ ഒരു സുഹൃത്താണ്. അനേക വർഷങ്ങളായിട്ട് എൻ്റെ ഒരു സുഹൃത്താണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, റോയ് ബ്രദർ, ഞാനിങ്ങനെ ഒരു പ്രസൻറ്റേഷൻ ചെയ്യാൻ നിൽക്കണം ആഗ്രഹിക്കുകയാണ്. IPCയിൽ ഇന്ന് ഉയർന്നു വരുന്ന അനേക വാദഗതികളുടെ യാഥാർത്ഥ്യം എന്ത് എന്നെനിക്കൊന്ന് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ഈ പുസ്തകത്തിൻ്റെ കോപ്പി എനിക്ക് തന്നത് റോയ് ബ്രദർ തന്നെയാണ്. ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു കോൺഫറൻസ് ന്യൂയോർക്കിൽ വെച്ച് നടക്കുമ്പോൾ കഴിഞ്ഞ സംഭവം അദ്ദേഹം എനിക്ക് തന്ന കോപ്പിയാണിത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഈ പുസ്തകം ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിട്ട്, പക്ഷെ K. എബ്രഹാമും റോബർട്ട് F. കുക്കും തമ്മിൽ എന്തെങ്കിലും ഒരു വാദപ്രതികത ഉണ്ടായിട്ടോ പ്രശ്നങ്ങളുണ്ടായിട്ടോ കാണുന്നില്ലല്ലോ. അത് മാത്രമല്ല, ഈ പുസ്തകത്തിൽ അവർ ഒന്നിച്ച് പ്രവർത്തിച്ച 3 വർഷങ്ങളാലത്തെക്കുറിച്ച് പോലും പക്ഷെ റോബർട്ട് കുക്ക് ഒന്നും പറയുന്നില്ലല്ലോ. ഒരു ഭാഗം പോലും അതിനെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ കാണുന്നില്ലല്ലോ. ഞാൻ വിട്ടുപോയതാണോ, ധൃതി വെച്ച് വായിച്ചപ്പോൾ ഞാൻ വിട്ടുപോയതാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, പാസ്റ്ററെ, അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, ദൈവം തന്നെ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ ഈ പുസ്തകത്തിൽ താൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് അദ്ദേഹവും റോയ് ബ്രദറും എന്നോട് ഈ പുസ്തകം ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത റോയ് മേപ്രാൽ ബ്രദറും എന്നോട് പറയുവാൻ തക്കണം ഇടയായിട്ട് തീർന്നു. എന്നാൽ ഇതോടൊന്നും യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണ് മറ്റ് പല കഥകളും കെട്ടിച്ചമച്ച് അത് ചരിത്രമാണെന്ന് തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റോബർട്ട് കുക്കും പക്ഷെ K. എബ്രഹാം തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിൻ്റെ 2-3 വശങ്ങളുണ്ട്. അത് ഞാൻ സംക്ഷിപ്തമായിട്ട് ഒന്നുകൊണ്ട് പറഞ്ഞിട്ട് ഈ പോയിന്റ് അവസാനിപ്പിക്കാം. പക്ഷെ റോബർട്ട് കുക്ക് കേരളത്തിൽ വന്ന സമയം മുതൽ തന്നെ ഇവർ രണ്ടുപേരും ബന്ധപ്പെട്ടു, സ്നേഹിതരായിരുന്നു. പക്ഷെ K. എബ്രഹാം നടത്തിക്കൊണ്ടിരുന്ന അനേക മീറ്റിങ്ങുകളിൽ തൻ്റെ പ്രവർത്തന ഫലത്താൽ ഉണ്ടായ അനേക സഭകളിലും പക്ഷെ റോബർട്ട് കുക്കിനെ വിളിച്ച് പ്രസംഗിപ്പിക്കുമായിരുന്നു. രണ്ടുപേരും അന്ന് സ്വതന്ത്ര മിഷണറിമാരായിരുന്നു. അതുകൊണ്ട് ഒരാൾക്ക് മറ്റൊരാളെ വിളിക്കാൻ ഒരു മടിയുമില്ലായിരുന്നു. എൻ്റെ സഭ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിലോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു ചിന്ത പോലും അവർക്കില്ലായിരുന്നു. ഇതാണ് റോബർട്ട് കുക്ക് ആദ്യമായിട്ട് കേരളത്തിൽ വന്ന 1-ാം ഭാഗത്തെ കഥ. 24 താൻ അമേരിക്കയിലേക്ക് പോയി 26 മടങ്ങി വന്നത് അസംബ്ലീസ് ഓഫ് ഗോഡിന് വേണ്ടി ഒരു അഫിലിയേഷനുള്ള ഒരു മിഷണറി ആയിട്ട്, അസംബ്ലീസ് ഗോഡിൻ്റെ മിഷണറി ആയിട്ടല്ല, അഫിലിയേഷനുള്ള ഒരു മിഷണറി ആയിട്ടാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം വന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് പ്രവർത്തിച്ചിരുന്ന KC ഉമ്മനും AC സാമുവലും മുൻകൈ എടുത്ത് 2 ഗ്രൂപ്പും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞ് അവർ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് കൊട്ടാരക്കരയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ആ മീറ്റിങ്ങിൻ്റെ ഒടുവിൽ 2 സൈഡിൽ നിന്നും 11 പേരും ഇതുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ എടുത്തു. റോബർട്ട് F. കുക്ക് പ്രസിഡൻറ്റും പക്ഷേ K. എബ്രഹാം വൈസ് പ്രസിഡൻറ്റുമായിട്ടുള്ള ഒരു സംഘടന എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത സംഘടനയല്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവരെത്തി. അതനുസരിച്ച് അവർ പ്രവർത്തിച്ചു. എന്നാൽ 1930 ആയപ്പോഴേക്കും അതിൽ നിന്ന് അവർ പക്ഷേ K. എബ്രഹാമും കൂടെയുള്ളവരും പിന്തിരിഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് അത് പാസ്റ്റർ റോബർട്ട് കുക്ക് ചർച്ച് ഓഫ് ഗോഡിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണെന്നാണ്.
അപ്പോൾ അത് കണ്ടപ്പോൾ ഈ ലോക്കൽ സഭകളുടെ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു വലിയ തീവ്രമായ ആശയം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലമായിരുന്ന ആ കാലങ്ങളിൽ കേരളത്തിലുടനീളം ഉണ്ടായിരുന്നതുകൊണ്ട് 30കളിൽ പക്ഷേ KC ഉമ്മനും പക്ഷേ AC സാമുവലും റോബർട്ട് F കുക്കിനെ വിട്ടിട്ട് അച്ഛൻ്റെ കൂടെ വരികയും പിന്നീട് അവർ ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ KC ഉമ്മനെ വളരെ ശക്തമായിട്ട് ദൈവം കുമ്മനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുമുണ്ട്. ഇതാണ് ആ കഥ. എങ്കിൽ പോലും വളരെ വ്യക്തമായിട്ട് പക്ഷേ K. എബ്രഹാം നമ്മളോട് പറയുന്നുണ്ട്, തൻ ജീവിതകാലം മുഴുവൻ റോബർട്ട് F കുക്കുമായിട്ടുള്ള ആ സ്നേഹബന്ധം തുടർന്നിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് താൻ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് കേൾക്കുന്ന പല കഥകൾക്കും യാതൊരു അടിസ്ഥാനമില്ലാത്ത കഥകളാണ്. ചരിത്രപരമായി യാതൊരു അടിസ്ഥാനമില്ലാതെ ആരുടെയോ ഭാവനയിൽ കെട്ടിച്ച് വെച്ച കഥകളാണ് ആളുകൾ പറഞ്ഞു വരുത്തുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി 4മതായിട്ടൊരു പോയിന്റ് ഇവിടെ പറഞ്ഞിട്ട് ഈ പ്രസൻറ്റേഷൻ ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അതെന്തെന്ന് ചോദിച്ചാൽ, പക്ഷെ KC ഉമ്മൻ്റെ സ്ഥലത്തേക്ക് പക്ഷെ K. എബ്രഹാം വന്നതെങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് ഒരല്പം വിശദമായ എനിക്കൊരു വിശദീകരണം എനിക്ക് നിങ്ങൾക്ക് തരേണ്ടതായിട്ട് ഉണ്ട്. കൊല്ലവർഷം 1100 ആണ്ടിൽ മീനമാസം 29 തീയതി, എൻ്റെ ഇംഗ്ലീഷ് ഡേറ്റ് ഞാൻ തപ്പി എടുത്തില്ല, നമുക്ക് ഗൂഗിളിൽ പോയി ഇത് ഇംഗ്ലീഷ് വർഷത്തെ അല്ല റോമൻ വർഷം എത്ര ആയിരുന്നു നമുക്ക് കാണാൻ തക്കോണം കഴിയും. ഇവെങ്കിലും അപ്രോക്സിമേറ്റ്ലി പറഞ്ഞാൽ 1100 മീനമാസം 29 തീയതി എന്ന് പറയുന്നത് 1924 ഏപ്രിൽ മാസത്തിലാണ്. 1924 ഏപ്രിൽ മാസത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് വരും. അപ്പോൾ 1924 ഏപ്രിൽ മാസം 1 മുതൽ 5 വരെയുള്ള തീയതികളിലാണ് റാന്നി കൺവെൻഷൻ നടന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ സഭകളുടെ ഒന്നാമത്തെ കൺവെൻഷൻ അതായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞാണ് തൻ്റെ ജോലി വിടുവാൻ, അധ്യാപക വൃത്തി വിടുവാൻ തക്കോണം തീരുമാനിച്ചെങ്കിലും അന്ന് കുമ്പനാട്ടേക്കല്ല താൻ വന്നത്. ഈ പക്ഷെ KC ഉമ്മൻ കൊല്ലവർഷം 1100 മീനമാസം 29 തീയതി അഭിഷേകം പ്രാപിച്ചത് തന്നെ പ്രവചനവരത്തോടുകൂടെയാണ്. അന്ന് രാത്രിയിൽ താൻ തന്നെ പ്രവചിച്ച് പക്ഷെ K. എബ്രഹാമിനോട് പറഞ്ഞു, മകനെ, ഇവിടെ നിനക്ക് വലിയൊരു വേലയുണ്ട്, നീ ഇവിടെ പാർത്തുകൊണ്ട് വേല ചെയ്യണം എന്ന് കുമ്പനാടിനെ കുറിച്ച് പറഞ്ഞത്. കുമ്പനാട് വെച്ച് നടക്കുന്ന പ്രാർത്ഥനയിൽ, പക്ഷെ KC ഉമ്മൻ്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന പ്രാർത്ഥനയിൽ പക്ഷെ KC ഉമ്മൻ തന്നെയാണ് പക്ഷെ K. എബ്രഹാമിനോട് പറഞ്ഞത്, ഇവിടെ നിനക്ക് വലിയൊരു വേലയുണ്ട്, ഇവിടെ പാർത്തുകൊണ്ട് നീ വേല ചെയ്യണം. അന്നത്തെ മീറ്റിങ്ങുകളെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ അത്ഭുതം തോന്നും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ KC ഉമ്മൻ പാസ്റ്റർ അഭിഷേകം പ്രാപിച്ചത് പ്രവചനത്തോടു കൂടിയാണ്. ചേത്തക്കൽ കീവറിച്ച് പറയുന്ന ദേവദാസൻ അഭിഷേകം പ്രാപിച്ചത് അന്യഭാഷ വ്യാഖ്യാനിക്കാനുള്ള വരത്തോടു കൂടിയാണ്. മറ്റൊരു പറയേണ്ടതുണ്ട്, KC ഉമ്മൻ അന്ന് അങ്ങനെ പ്രവചിച്ച് പറഞ്ഞെങ്കിലും ഉടൻ തന്നെ പക്ഷെ K. എബ്രഹാം കുമ്മനാട്ടിലേക്ക് വന്നില്ല. എന്നാൽ 1925 നടന്ന ഒരു മീറ്റിങ്ങിൽ ഒരു പ്രവചനമുണ്ടായി. അത് 1925 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. എക്സാക്റ്റ് ഡേറ്റ് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ആ മീറ്റിങ്ങിൽ വെച്ച് പക്ഷെ കരമൽ മത്തായിച്ചനൊരു ദൂത് പക്ഷെ K. എബ്രഹാമിനോട് പറഞ്ഞു. അത് അന്യഭാഷയിലാണ് ആ ദൂത് പറഞ്ഞത്. ആ ദൂത് ചേത്തക്കൽ ഗീവർഗീസ് പാസ്റ്റർ ഇൻ്റർപ്രറ്റ് ചെയ്ത് പറഞ്ഞത് ദൂത് എന്തായിരുന്നു ചോദിച്ചാൽ, ഈ മീറ്റിങ്ങിൽ 2 മനസ്സുള്ള ഒരു മനുഷ്യൻ ഇരിക്കുകയാണ്, 2 തോണിയിൽ കാല് കുത്തിയിരിക്കുന്ന ഒരു മനുഷ്യൻ ഇരിക്കുകയാണ്. ഞാൻ അവനെ വിളിച്ചതാണ്, ഞാൻ അവനെ എൻ്റെ രാജ്യത്തിൻ്റെ പണിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇന്നും അവൻ ഭൗതിക വിഷയങ്ങളെക്കുറിച്ച് ഭാരപ്പെട്ട് ഇരിക്കുന്നത് കൊണ്ട് പൂർണ്ണമായിട്ട് എനിക്ക് വേണ്ടി സമർപ്പിക്കാൻ അവനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇതായിരുന്നു ആ ദൂതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ അത് കേട്ട ഉണ്ണുണ്ണി സാർ മനസ്സിലാക്കിയിട്ട് ഇത് ഇതിനോടുള്ള ദൂതാണല്ലോ, താനിന്നും അധ്യാപക വൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ദൈവം തന്നെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നു. ഇതിനോടകം തന്നെ അനേക സഭകൾ ഉണ്ടായിക്കഴിഞ്ഞു, 20 സഭകൾ ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ടും ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയാതെ ഇപ്പോഴും അധ്യാപക വൃത്തി ചെയ്യുന്ന ആ ഇരുമനസ്സുള്ള മനുഷ്യൻ ഞാനാണല്ലോ
എന്ന് മനസ്സിലാക്കി അന്ന് രാത്രി താൻ എഴുന്നേറ്റ് പരസ്യമായിട്ട് അവിടെ കൂടിയെന്നോട് മുമ്പാകെ സാക്ഷ്യം പറഞ്ഞു, എന്നോടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി കാലം സംസാരിച്ചത്. ആ ദൂതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് എൻ്റെ ജോലി രാജിവെക്കുകയാണ്. ഇനി മുതൽ ഞാൻ പൂർണ്ണസമയം സുവിശേഷകൾ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് തീരുമാനിക്കാൻ തക്കോണം ഇടയായിട്ട് തോന്നും. അപ്പോൾ മറ്റുള്ളവരിലൂടെ ദൈവത്തിൻ്റെ ആലോചന ഉണ്ടായാൽ സ്വീകരിക്കാൻ മനസ്സുള്ള ഒരു താഴ്മയുള്ള മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ എങ്ങനെയാണ് പാസ്റ്റർ കെ ഇ എബ്രഹാം കുമ്പനാട്ട് എത്തിയത് എന്നിവിടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പാസ്റ്റർ റോബർട്ടുമായിട്ടുള്ള ബന്ധം 1930 അവസാനിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരൊന്നിച്ച് പ്രവർത്തിച്ചിരുന്ന സമയങ്ങളിൽ കുറേ കാലത്തെങ്കിലും അവരൊന്നിച്ചു പാർത്തു എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള ആ ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞ് അങ്ങനെ ഒന്നിച്ചു പാർക്കുന്നത് നീതിയല്ലല്ലോ എന്ന് കരുതി താൻ മുളക്കഴ നിന്നും കുമ്പനാട്ടേക്ക് താമസം മാറ്റുകയായിരുന്നു. പക്ഷെ കെ എബ്രഹാം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പാസ്റ്റർ കുക്ക് അവர்களுം ഞാനും തമ്മിൽ ഇപ്രകാരം വേലയുടെ പദ്ധതിയിൽ ഭിന്നിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ഒരേ സ്ഥലത്ത് താമസിച്ച് പ്രവർത്തിക്കുന്നത് ആശാസ്യമായി തോന്നായികയാൽ ഞാൻ മുളക്കഴയിൽ നിന്നും കുമ്പനാട്ടേക്ക് താമസം മാറി. തന്നിമിത്തം മുളക്കഴ സഭ പാസ്റ്റർ കുക്കിനോടുള്ള സഹകരണത്തിൽ തന്നെ തുടർന്നു പോന്നു. ഞങ്ങളുടെ സഭകൾ തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എന്ന നാമം തന്നെ ഉപയോഗിച്ചും റെക്കോർഡുകളും സഭയ്ക്ക് വേണ്ടി വാങ്ങുന്ന വസ്തുക്കളുടെ ആധാരങ്ങളിലും പ്രസ്തുത പേർ തന്നെ രേഖപ്പെടുത്തിയും പോന്നു. അങ്ങനെയാണ് ഉണ്ണുണ്ണി സാറ് കുമ്പനാട്ട് ഒരു തക്കോണം ഇടയായിട്ട് തീർന്നത്. KC ഉമ്മൻ തൻ്റെ ഭവനം അദ്ദേഹത്തിന് തുറന്നു കൊടുത്തും ആ മഹത്തായ ത്യാഗത്തിൻ്റെ കഥയൊക്കെ സത്യം തന്നെയാണ്. അതിനു ശേഷമാണ് തൻ്റെ വസ്തുവകകൾ താൻ സഭയ്ക്ക് വേണ്ടി എഴുതി കൊടുത്തത്. IPCയുടെ വകയായിട്ട് ഇപ്പോൾ ഹെബ്രോപുരം ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് ആദ്യമായിട്ടൊരു മീറ്റിംഗ് നടന്നത് 1101 കൊല്ലവർഷം 1101 മീനമാസത്തിലാണ്. അതിൻ്റെ ഇംഗ്ലീഷ് ഡേറ്റ് എന്ന് പറയുന്നത് 1926 മാർച്ച് മാസം 19-ാം തീയതിയാണ് ആദ്യമായിട്ട് കുമ്പനാട്ട് വെച്ച് ഒരു മീറ്റിംഗ് നടക്കുന്നത്. ആ മീറ്റിംഗ് ഒരു കൺവെൻഷൻ അല്ലായിരുന്നു. ആദ്യമായിട്ട് നടന്ന ആ മീറ്റിംഗ് മാസയോഗങ്ങളുടെ വാർഷിക സമ്മേളനമായിരുന്നു. പാസ്റ്റർ KC ഉമ്മൻ പാസ്റ്റർ സാറപ്പച്ചനോടുള്ള ബന്ധത്തിൽ ചെയ്ത വലിയ കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാനൊക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ ആ സന്മനസ്സിനെ ഒരിക്കലും മറക്കാനൊക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ ഈ ത്യാഗം നമുക്കൊരിക്കലും മറക്കാനൊക്കത്തില്ല എന്ന് ഞാനിവിടെ എടുത്തു പറയട്ടെ. സാറപ്പച്ചന് അവിടെ വന്ന് ഒന്നും ക്ലെയിം ചെയ്തതല്ല. സാറപ്പച്ചനെ സന്തോഷത്തോടെ അദ്ദേഹം സ്വീകരിച്ച് അവിടെ താമസിച്ച് താൻ സഭയുടെ പ്രവർത്തനം അവിടെ നിന്ന് ചെയ്തതുകൊണ്ട് ആണ് നമ്മുടെ സഭയുടെ അല്ലെങ്കിൽ IPC സഭയുടെ കേന്ദ്രം കുമ്പനാട്ടായിട്ട് മാറാനുള്ള മുഖാന്തരം അതാണ്. അതിന് മുമ്പ് ആദ്യ സമയങ്ങളിൽ താൻ മുളക്കഴ താമസിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ അവിടെ വെച്ചാണ് പലപ്പോഴും പ്രതിപക്ഷമാരുടെ മീറ്റിങ്ങുകളും മറ്റ് സഭയുടെ മീറ്റിങ്ങുകളെല്ലാം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ സാറപ്പച്ചൻ സഭയുടെ പ്രധാന വ്യക്തി എന്നുള്ള നിലയിൽ, പ്രധാനമായിട്ടും ദൈവം ഉപയോഗിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ കുമ്പനാട്ടേക്ക് താമസം മാറിയപ്പോൾ സഭയുടെ കേന്ദ്രവും കുമ്പനാട്ടേക്ക് മാറി. അതിനെക്കുറിച്ച് സാറപ്പച്ചൻ എഴുതിക്കുന്നതിനെ ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 1930 മുതൽ കുമ്പനാട് കേന്ദ്രമാക്കിയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ വേല നടത്തിപ്പോരുന്നത്. പ്രതിവർഷം ചിങ്ങമാസത്തിൽ മലയാള വർഷാരംഭ കൺവെൻഷനും ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊന്നിൽ ജനറൽ കൺവെൻഷനും ഏപ്രിൽ മാസത്തിൽ വേലക്കാരുടെ യോഗം മുതലായവയും കുമ്പനാട്ട് നടന്നു പോരുന്നു. വർഷാരംഭ കൺവെൻഷന്റെ അവസാനത്തിലും ആവശ്യാനുസരണം മറ്റ് സന്ദർഭങ്ങളിലും വേലക്കാരും സഭാപ്രതിപുരുഷന്മാരും ഉൾപ്പെട്ടുള്ള ആലോചന യോഗം കൂടുകയും പൊതുവിനടുത്ത കാര്യങ്ങൾ ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്തു പോന്നു. ഞാൻ പറഞ്ഞില്ല, ആദ്യം മുതൽ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആൻഡ് ഓപ്പൺ ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് IPC പിന്തുടർന്നതെന്ന് കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് കഴിഞ്ഞ് 1933 പാസ്റ്റർ KC ഉമ്മൻ തൻ്റെ സ്ഥലം സഭയ്ക്ക് വേണ്ടി എഴുതി കൊടുത്തപ്പോൾ ആദ്യമായിട്ട് അത് തെന്നിന്ത്യ പെന്തക്കോസ്ത് സഭയുടെ പേരിലാണ് അത് രജിസ്റ്റർ ചെയ്യുവാൻ തക്കോണം ഇടയായിട്ട് തീർന്നത്. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം 1933 ഡിസംബർ മാസം 20-ാം തീയതി ആറന്മുള രജിസ്റ്റർ കച്ചേരിയിൽ പ്രസ്തുത ഉടമ്പടി രജിസ്റ്റർ ചെയ്തു.
ആ ഉടമ്പടി അച്ചടിച്ച് സഭാജനങ്ങൾ അറിയാൻ വേണ്ടി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതാണ് നമ്മുടെ സഭയുടെ പ്രാരംഭ വർഷങ്ങളുടെ കഥ. IPC എന്നുള്ള പേരുണ്ടായത് എങ്ങനെന്നൂടെ ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് പറഞ്ഞങ്ങ് നിർത്താം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഏവം വിധം 1924 ആരംഭിച്ച് തെന്നിന്ത്യ പെന്തക്കോസ് ദൈവസഭ എന്ന നാമത്തിൽ പ്രവർത്തിച്ചു വന്ന ഈ പ്രസ്ഥാനം 1934 മുതൽ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ എന്ന നാമത്തിൽ അറിയപ്പെട്ടു പോരുന്നു. ഇന്ത്യ ഗവൺമെന്റിൽ കൂടെ സഭയുടെ വിശ്വാസ വിഷയവും ഭരണ നിയമങ്ങളും രജിസ്റ്റർ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ വേലയ്ക്ക് പ്രയോജനമെന്ന് കണ്ട് 1935 ഡിസംബർ 9 സഭയുടെ ഭരണഘടന ഏലൂർ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ആ മെമ്മോറാണ്ടവും മലയാളത്തിൽ അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഒടുവിൽ വായിച്ച് കേൾപ്പിച്ച ഈ പാരഗ്രാഫ് ഞാൻ തുടങ്ങിയിടത്ത് കൊണ്ടൊന്ന് അവസാനിപ്പിക്കാൻ എന്നെ സഹായിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ചിന്തിച്ച പോയിന്റ് IPC എന്ന് തുടങ്ങി എന്നുള്ളതാണല്ലോ. IPC 1924 ആണ് പ്രവർത്തനം ആരംഭിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ IPCയുടെ പ്രാരംഭ വർഷങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകം അവസാനിക്കുന്നത്. അത് സാറപ്പച്ചൻ്റെ കൈക്കീഴിലാണ് ആരംഭിച്ചത്. അന്ന് മുതൽ സഭയുടെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ചത് സാറപ്പച്ചൻ നമ്മളെല്ലാം വിളിക്കുന്ന പാസ്റ്റർ K. ഇബ്രാഹിമാണ്. അതുകൊണ്ട് IPCയുടെ ഫൗണ്ടർ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. IPCയുടെ ഫൗണ്ടർ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യനായി മറ്റാരും തന്നെ ഇല്ല എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. രണ്ടാമത് 1935 നമ്മുടെ സഭ ഏലൂർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞല്ല സഭയുടെ കൺവെൻഷനുകൾ ആരംഭിച്ചത്. സഭയുടെ കൺവെൻഷനുകൾ ആരംഭിച്ചത് 1924 തന്നെയാണ്. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ റാന്നിയിൽ വെച്ചാണ് ആ കൺവെൻഷൻ നടന്നത്. അന്ന് മുതലാണ് നമ്മുടെ സഭയുടെ കൺവെൻഷനുകളുടെ എണ്ണം നോക്കേണ്ടത്. അതനുസരിച്ച് 2026 ജനുവരിയിൽ നടക്കാൻ പോകുന്നതായിട്ടുള്ള സഭയുടെ അടുത്ത കൺവെൻഷൻ സഭയുടെ 102ാമത്തെ കൺവെൻഷൻ തന്നെയാണ്. ഏലൂർ കൊണ്ട് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് സഭയുടെ അതുവരെയുള്ള പ്രവർത്തനങ്ങൾ അസാധുവാകുന്നില്ല. അതുവരെയുള്ള പ്രവർത്തനങ്ങൾ എഴുതി തള്ളാനൊക്കത്തില്ല. ഈ സഭയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 1924 അന്നു മുതൽ ആ പ്രവർത്തനം നമ്മൾ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. ആദ്യം ഞാൻ പറഞ്ഞില്ല, പേര് പോലും ഇല്ലായിരുന്നു, ഒരു പേരും ഇല്ലായിരുന്നു. സ്വതന്ത്ര സഭകളായിട്ട് നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു വിവാഹത്തിന് വേണ്ടി സഭാ രജിസ്റ്റർ ഉണ്ടാക്കേണ്ട ആവശ്യം വന്നപ്പോഴാണ് അവർ തെന്നിന്ത്യ പെന്തക്കോസ് സഭ എന്നുള്ള പേര് സ്വീകരിച്ചത്. അത് കഴിഞ്ഞ് 35 സഭ ഏലൂർ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് സഭ ഇന്ത്യ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് എന്നുള്ള പേര് സ്വീകരിച്ചത്. അതൊരു ക്രമാനുഗതമായ വളർച്ചയെ കാണിക്കുന്നതേ ഉള്ളൂ. അത് സഭയുടെ പ്രവർത്തനത്തിൻ്റെ ആരംഭമായിരിക്കുന്നില്ല. സഭയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞുള്ള കൺവെൻഷന് തൊട്ടേ എണ്ണാൻ പറ്റുകയുള്ളൂ എന്ന് ചിലർ പറയാറുണ്ട്. അതൊരിക്കലും ന്യായീകരിക്കാവുന്നതല്ല. കാരണം സഭ ആരംഭിച്ചതെന്നല്ല, സഭ ആരംഭിച്ചത് 1924 അതുകൊണ്ട് സഭയുടെ 1ാമത്തെ കൺവെൻഷൻ മുതൽ തന്നെ നമ്മൾ എണ്ണിയേ മതിയാകുകയുള്ളൂ. ഇനി ഒരു പോയിന്റ് പെട്ടെന്ന് പറഞ്ഞ് ഞാൻ നിർത്താം. ആദ്യത്തെ പ്രസിഡന്റ് PM സാമുവലായിരുന്നു. ആദ്യത്തെ പ്രസിഡന്റ് പാസ്റ്റർ K. ഇബ്രാഹിം അല്ലായിരുന്നു എന്ന് പറഞ്ഞ് ഒക്കെ പലരും കളിയാക്കുന്ന കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മളൊന്ന് ലോജിക്കായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു വിഷയമേ ഉള്ളൂ. പാസ്റ്റർ PM സാമുവലിനെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് വെച്ചത് അദ്ദേഹം ആന്ധ്രയിൽ പ്രവർത്തിക്കൊണ്ടിരുന്ന വ്യക്തി ആയതുകൊണ്ടാണ്. ഈ സഭ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ആന്ധ്രയിലായതുകൊണ്ടും ആന്ധ്രയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തി ആയതുകൊണ്ടുമാണ് അദ്ദേഹത്തെ സഭയുടെ 1ാമത്തെ പ്രസിഡന്റ് ആക്കിയത്. ഞാൻ പറഞ്ഞല്ലോ, പാസ്റ്റർ PM സാമുവൽ ആദ്യമായിട്ട് പാസ്റ്റർ K. എബ്രഹാമിനെ വന്ന് കണ്ട് അവർ തമ്മിൽ സംസാരിക്കുന്നത് 1924 1924 പക്ഷെ K. എബ്രഹാം ഓൾറെഡി 1919 മുതൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അഭിഷേകം കിട്ടിയ ശേഷം പെന്തക്കോസ്ത് സഭയുടെ പ്രവർത്തനങ്ങൾ ഓൾറെഡി 1923 മുതൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം വന്ന് പക്ഷേ K. ഇബ്രാഹിമിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം മർത്തോമാ സഭയിലെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു പെന്തക്കോസ്തുകാരൻ പോലും ആയിട്ടില്ല. അദ്ദേഹം സ്നാനപ്പെട്ടിട്ട് പോലും ഇല്ലായിരുന്നു. അദ്ദേഹം സ്നാനപ്പെട്ടത് എപ്പോഴാണെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നില്ല. എന്നാൽ സാറപ്പച്ചനെ കാണാൻ വേണ്ടി അദ്ദേഹം കടന്നു വന്ന് സംസാരിച്ചതിൻ്റെ പിറ്റേ ദിവസം ഒരു സ്നാന ശുശ്രൂഷ ഉണ്ടായിരുന്നു. പലരും സ്നാനപ്പെട്ടു എന്ന് ഒരു വാചകത്തിൽ പറയുന്നതല്ലാതെ ആ കൂട്ടത്തിൽ പാസ്റ്റർ CM സാമുവൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഞാനും പറയുന്നില്ല. അവർ തമ്മിലുള്ള മീറ്റിങ്ങിന് ശേഷമാണ് താൻ സ്നാനപ്പെട്ടത് പോലും
അത് കഴിഞ്ഞാണ് താൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. എന്നാൽ ഇന്ന് പലരും പറയുന്നു അദ്ദേഹം 1935 സഭ രജിസ്റ്റർ ചെയ്തപ്പോൾ അദ്ദേഹത്തെയാണ് ആദ്യം പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തത്, അതുകൊണ്ട് അദ്ദേഹത്തെ സാറപ്പച്ചന് മുകളിൽ കയറ്റി വെക്കണം, സാറപ്പച്ചനെക്കാട്ടിൽ ഉന്നത സ്ഥാനം അദ്ദേഹത്തിനായിരുന്നു എന്നാണ് പലരും പറയുന്നത്. അത് എത്രമാത്രം യുക്തിയുണ്ടെന്ന് ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാമല്ലോ. ഇതിപ്പോൾ ഞാൻ സാറപ്പച്ചനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ തോന്നരുത്. ഒടുവിൽ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ചിന്ത ഉണ്ടാക്കിയേക്കാം. എന്നാൽ അതല്ല എൻ്റെ ലക്ഷ്യം, അതല്ല. ഞാൻ ഈ 4 പോയിന്റുകളൊന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊന്ന് വ്യക്തമാക്കി തരിക. ഒന്ന്, IPC എന്ന് തുടങ്ങി എന്നുള്ളത്. രണ്ടാമത്, സാറപ്പച്ചൻ മുതൽ മിനിസ്ട്രികൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ IPC സഭകളൊന്നും ഇന്ന് നമ്മൾ വിളിക്കുന്ന സഭകളിൽ പ്രവർത്തനം ആരാണ് ആരംഭിച്ചതെന്നുള്ളത്. മൂന്നാമത്, കുക്ക് സാഹിബും സാറപ്പച്ചനും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്നുള്ളത്. നാലാമത്, അദ്ദേഹം എങ്ങനെയാണ് കുമ്പനാട്ട് വന്ന് താമസമാക്കുവാൻ തക്കണവേടിയായിട്ട് എന്നുള്ളത്. ഈ വീഡിയോ പറഞ്ഞു വന്നപ്പോൾ അപ്പോൾ നീണ്ടുപോയി ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും ഇത് നിങ്ങളുടെ അനേക ചോദ്യങ്ങൾക്ക് മറുപടി തന്നിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഇന്ന് സഭയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് സമവായമായിട്ട് പറഞ്ഞു തീർത്ത്, നമ്മളെല്ലാം ദൈവമക്കളാണ്, നമ്മളെല്ലാം ഒരു സഭയിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് സഭ സമാധാനമായിട്ട് മുമ്പോട്ട് പോകണം. ആ ഒരൊറ്റ ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയും. അതാണ് ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണത്. ദൈവം അത് സാധ്യമാക്കി തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.